Good morning. Yes, Jerusha, good morning. Good morning, sir. Yes, Aishwarya, good morning. Good morning, sir. Arya Vigas, good morning. Good morning, sir. Okay. Tanuja, good morning. Good morning, sir. Let me do the prayer. Okay, continue. Okay, good morning, Amrita. Bind us together, God, bind us together with love that cannot be broken. Bind us together, God, bind us together, bind us together with love. There is only one God. There is only one King. There is only one body. That is why we sing. Bind us together, God, bind us together with God that cannot be broken. Bind us together, God, bind us together, bind us together with love. Bind us together with love. Good morning, all. Have a nice day. Very good. Bind us together all. Very good, very good. Okay. Any thought of the day? Yes, sir. I am Meghna. Good Yes, morning, nice. sir, and good morning, my dear friends. Today's thought is small steps every day leads to big success. Yes. അത് വേറൊരു സംഗതി കൂടി ഉണ്ട് മേഘന. The എന്താ sir? journey of 1,000 miles start from dash. ആ ഡാഷ് ഇട്ട് സ്ഥലത്ത് പൂരിപ്പിക്കാമോ? The ഏതാ journey, sir? journey of 1,000 miles ആ starts, START, starts from dash. Starts from simple step. Very good. Starts from a single step. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്നാണ് 1,000 മൈൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആരംഭിക്കുന്നത്. സ്റ്റാർട്ട് ഫ്രം എ സിംഗിൾ സ്റ്റെപ്പ്. ഓക്കെ, നമ്മുടെ ഓക്കെ മേഖല. ഇനി സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ സ്നേഹ ജറൂഷ. Okay, sir. Good morning, sir, and my dear friends. Today is August 8th. As Rabindranath Tagore said, faith is the bird that fills the light and sings when the when the dawn is still dark. Education is that light for every child. Thank you. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഓരോ ടെൻസിന്റെ സ്ട്രക്ചറുകൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു 9 ടെൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റും നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ടെൻസിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചും സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിനെ കുറിച്ചും ഏറ്റവും ഒടുവില് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഈ 4 പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒരു വരിയിൽ അങ്ങോട്ട് പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി വെർബിന്റെ 3ാമത്തെ ഫോം എഴുതും. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ഓബ്ജക്റ്റ് എഴുതി വാസ് അല്ലെങ്കിൽ വേറെ എഴുതി അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ 3ാമത്തെ ഫോം എഴുതും. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഓബ്ജക്റ്റ് എഴുതി വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി ബി എഴുതി പിന്നെ വെർബിട്ട് ആ വെർബിന്റെ 3ാമത്തെ ഫോം എഴുതും. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് എഴുതി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി പിന്നെ ഈസ് ആം അല്ലെങ്കിൽ ആർ എഴുതി പിന്നെ ബി എന്ന് ചേർത്ത് പിന്നെ വെർബ് എഴുതി ആ വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിക്കണം.
ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റിൻഡ, ആം ഐ റൈറ്റ്? ശരിയല്ലേ? Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി അടുത്തിലോട്ട് പോവാം, അടുത്തൊരു വാചകത്തിലോട്ട് പോവാം. വാചകം നിങ്ങൾ എഴുതിക്കോളൂ. They are, sorry. They were, W-E-R-E, they were using, U-S-I-N-G, they were using mobile phones. They were using mobile phones. P-H-O-N-E-S. അപ്പൊ ഒരു വാചകം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. They were using mobile phone. Okay. ഉഷ വേണു. Yes. Rashida. Yes. Renivity. സാധാരണ ഒന്നി തൊട്ടാ മൂന്നാമത്തെ ആള് വന്നതാണുള്ള എന്ത് പറ്റിയത്? ഫാത്തിമത്തെ. വെരി ഗുഡ് ഗുഡ്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഒരു വാചകം ഞാൻ ഇവിടെ പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് വേണ്ടത് ആ വാചകം ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് പറയാമോ? ഇതാണ് എന്റെ ചോദ്യം. Past continuous. വെരി ഗുഡ് വെരി ഗുഡ്. പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. വെരി ഗുഡ്. ഓക്കെ. റിനി കറക്റ്റ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിലാണ് വാചകം എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാവും? ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ വെർബ് ഉണ്ട്, പിന്നെ ing. അപ്പൊ അങ്ങനെ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മെത്തേഡ് അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, whom or what. ഇതിന്റെ ആൻസർ ആണ് ഓബ്ജക്റ്റ്. അങ്ങനെ നോക്കി ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റിന് ശേഷം ഒന്നുകിൽ വാസ് എഴുതുക അല്ലെങ്കിൽ വേറെ എഴുതുക. ഓബ്ജക്റ്റിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എന്ന് ചേർക്കുക. BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അപ്പൊ നമുക്ക് പറയാം, ഓബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, ബീയിങ് ചേർത്ത്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതി കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് ആയി. നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് പറഞ്ഞപ്പോ ഓബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ ബീയിങ് ചേർത്ത്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നുള്ളതിന് പകരം വാസ് അല്ലെങ്കിൽ വേറെ ആക്കിയാൽ മതി. പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ അത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ്. അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാചകം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. They were using mobile phone. അവര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയായിരുന്നു. എന്തുപയോഗിക്കുകയായിരുന്നു? മൊബൈൽ ഫോൺസ് അല്ലെ? അപ്പൊ അതാണ് ഓബ്ജക്റ്റ്, മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ് വരുമോ വേറെ വരുമോ? ഓക്കെ കറക്റ്റ് ആണ്, വേറെ വരും. മൊബൈൽ ഫോൺ എന്നായിരുന്നെങ്കിൽ വാസ് വന്നേനെ. മൊബൈൽ ഫോൺസ് എന്ന് വന്നതുകൊണ്ട് വേറെ വരും. അപ്പൊ മൊബൈൽ ഫോൺസ് were being, BEING, being യൂസ് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് യൂസ്ഡ്, USED, യൂസ്ഡ് ബൈ ദം. കറക്റ്റ് ആൻസർ എന്താണ്? മൊബൈൽ ഫോൺസ് ആർ ബീയിങ് യൂസ്ഡ് ബൈ them. ഓക്കെ. യെസ്. ഞാൻ ഇതൊന്നിട്ട് വാചകം പറയാം, നോക്കട്ടെ. Someone was calling me, CALLING
LLING. Calling me. Me, me. അടുത്തത് they were singing a Malayalam song. A Malayalam song. SONG. Okay, very good. ആരെ ഒന്ന് മ്യൂട്ട് ആക്കാൻ പറയോ? ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ആരോടാണ്? ആരോ ഇതില് മ്യൂട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞോ ഐശ്വര്യ? ഓക്കെ 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 ഓക്കെ. ഐശ്വര്യ ആദ്യത്തെ വായിച്ചോളൂ. Someone was calling me. Someone was calling me. I was being called by someone. Correct. I was being called by someone. I was being called by someone. Correct, correct. Jerusha, അടുത്ത വായിച്ചോളൂ. Okay, sir. They were singing a Malayalam song. Answer: a Malayalam song was being sung by them. Very good. A Malayalam song was being sung. SUNG. Sung by them. സംശയമുണ്ടെങ്കിൽ ചോദിച്ചേക്ക. തെറ്റായവര് ശരിയാക്കണം. യെസ്. അടുത്തത് he was eating food. He was eating food. അടുത്തത് they were playing football. They were playing, PLAYING, playing football. When the bell rang. When the bell rang. Okay, ഇരിക്കുന്നു. സാർ അതൊന്നും കൂടി പറയോ? ഫുട്ബോൾ കഴിഞ്ഞിട്ട് They were playing football when the bell rang. മണി അടിച്ചപ്പോൾ. When the bell rang.
Okay, Jerusha. Fatima. Aishwarya. Okay, Reshma, why should I then? So he was eating food. Food was being eaten by him. Okay, food was being eaten by him. Tanuja, അടുത്തത്. They were playing football when the bell rang. Football was being played by them when the bell rang. Okay. Football was being played when the bell rang by them. ഞാൻ ഇത്ര നേരം പറഞ്ഞതേ വളരെ എളുപ്പത്തിലുള്ള വാചകങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ആക്കാനായിട്ട് പറഞ്ഞത്, പാസീവ് വോയിസിലോട്ട് ആക്കാൻ പറഞ്ഞത്. പറഞ്ഞാൽ ഞാനൊന്ന് മാറ്റിത്തരാം. ഒന്നും പറയുന്നില്ല ഞാൻ അതിനെ കുറിച്ച്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നു. യെസ്, പറയട്ടെ. യെസ്, was anyone teaching them, TEACH, teaching them, when the light went out. And a question mark. I will repeat. Was anyone teaching them when the light went out? Okay, here you go. Sir, ഇതെന്താക്കണ്ടേ? ഇത് പാസീവ് വോയിസിലോട്ട് മാറ്റി. ഓക്കെ, പറഞ്ഞോളൂ. Sir, പറയട്ടെ? ഒരു മിനിറ്റ്. അല്ലെങ്കിലേ അവർക്കൊരു ചാൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ജെറൂഷ പറഞ്ഞ ട്രാക്കിലൂടെ തന്നെ അവർ ചിന്തിച്ചുകൊണ്ട് വരും. 1-2 മിനിറ്റ്. ഓക്കെ മേഘ. റിൻഡ കഴിഞ്ഞോ? ഇല്ല സാർ. യെസ്, ഓക്കെ. എന്നാ ഓക്കെ, ജെറൂഷ വായിച്ചോളൂ. ഓക്കെ സർ. സർ, ക്വസ്റ്റ്യൻ വായിക്കണം? ക്വസ്റ്റ്യൻ വായിച്ചോ. Was anyone teaching them when the light went out?
Were they being taught by anyone when the light went out? കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഇത് ശരിയാവാത്തവരോട് ഞാൻ പറയുന്നു, നമുക്ക് സെന്റൻസ് ഒന്ന് നോക്കാം. സെന്റൻസിന് ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ അകത്തൊരു ചോദ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലടക്കെടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഓബ്ജക്റ്റ് എന്താണ്? ദം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ആരെ പഠിപ്പിക്കുന്നു? അവരെ പഠിപ്പിക്കുന്നു. ദം. അപ്പൊ അതിന് നമുക്ക് ഓബ്ജക്റ്റ് ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ ദേ എന്നായിരിക്കും മാറ്റി. ദേ കഴിഞ്ഞതിന് ശേഷം വേർ. ദേ വേർ. പിന്നെ എന്ത് വരും? ബീയിങ്. ഇനി ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്. അപ്പൊ ദേ വർ ബീയിങ് ടോട്ട് വെൻ ദി ലൈറ്റ് വെന്റ് ഔട്ട്. ഇതാണ് ആൻസർ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ തന്നിരിക്കുന്നതിന്റെ ചോദ്യം ഓക്സിലറി വെർബായിട്ടുള്ള വാസ ആദ്യമാണ് വന്നിരുന്നത്, അല്ലെ? വാസ ആദ്യമായിട്ട് ചോദ്യമായിട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഉത്തരവും അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതിയ പാസീവ് വോയിസിലെ വേർ എടുത്തിട്ട് ആദ്യം പറയണം. അപ്പൊ എന്ത് വരും? വേർ ദേ ബീയിങ് ടോട്ട് വെൻ ദ ലൈറ്റ് വെന്റ് ഔട്ട്. അടുത്തത് ഒരെണ്ണം കൂടി തരാം, നിങ്ങൾ ചെയ്യാൻ പറ്റി നോക്കൂ. നോ വൺ വാസ് no one was learning 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 English. No one was learning English. Okay, very good. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ മേഘന? Okay, Rindya? Sir. How are you? English was not being learned by anyone. Not being learned by anyone. Correct. English was not. English was not being learned by anyone. Okay. Correct. ഇത് തന്നെ വേറൊരു രീതിയിൽ എഴുതാം. അപ്പൊ നിങ്ങൾ നോ വൺ എന്നുള്ളത് എനിവൺ ആക്കി, അല്ലേ? യെസ്. അപ്പൊ ആരെങ്കിലും ഇംഗ്ലീഷ് വാസ് നോട്ട് ബീയിങ് ലേൺഡ് ബൈ നോ വൺ എന്ന് എഴുതിയത് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറയാൻ കാരണം, ആ സെന്റൻസിൽ ഒരു നോട്ട് ഉണ്ട്. അപ്പൊ നെഗറ്റീവായി വാചകം. നോ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവാണ്. അങ്ങനെ രണ്ട് നെഗറ്റീവ് വേർഡ് കയറി വരില്ല ഒരു സെന്റൻസിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരെണ്ണം മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിവൺ എന്ന് മാറ്റണം. ഇനി ഇതേ വാചകം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഇംഗ്ലീഷ് വാസ് ബീയിങ് ലേൺഡ് ബൈ നോ വൺ. ഇംഗ്ലീഷ് വാസ് ബീയിങ് ലേൺഡ് ബൈ നോ വൺ, അങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പൊ അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു വിഭാഗത്തിലോട്ട് പോവുകയാണ്. യെസ്, എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞ വാചകം, ദേ ഹാവ് ഈറ്റൺ. They have eaten apples. APPLES.
they have eaten apples. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരോ സാറേ? No? സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരോ? Indian They have eaten അത് കഴിഞ്ഞിട്ട് apples. APPLES. ഓക്കെ. Okay. Adira Balan. Adira? Yes. Jasna Joshni. Jasna Joni. Yes. Grishma PV. Yes, sir. ഓക്കെ, ഗ്രീഷ്മയോട് ചോദ്യം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് പറയാമോ? Tense past participle അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, പക്ഷേ നമ്മൾ ടെൻസിന്റെ ഫോം ഒരു 9 പഠിച്ചാൽ ഏതിൽ കീഴിൽ വരുന്നതാണ് ചോദ്യം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ആ 9 എണ്ണത്തിൽ ഏത് വരും? Present perfect. കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ് ഭീഷ്മ, കറക്റ്റ് ആണ് ആൻസർ. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാരണം ഭീഷ്മ നോക്കിക്കഴിഞ്ഞപ്പോ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് അതില് ഒരു സംഗതി ഉണ്ട്. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ഉണ്ട്. അപ്പൊ സംഗതി പിടി കിട്ടിയില്ല. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവും കഴിഞ്ഞ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എന്ന് കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്ന സമയത്ത് അതിന് വേറൊരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് എല്ലാത്തിനും സെയിം ആണ്. അപ്പൊ എനിക്ക് ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഏതെങ്കിലും ഒന്ന് എഴുതണം. ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, ബീയിങ് അല്ലട്ട, ബീൻ, BEEN, ബീൻ പ്ലസ് വി വെർബ്, ബ്രാക്കറ്റിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ പറയാം. ഒന്നുകൂടി ഞാൻ പറയാം. ഒബ്ജക്റ്റ് എഴുതി, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, ബീൻ എഴുതി, പിന്നെ വെർബ് എഴുതി. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതി കഴിഞ്ഞാൽ അതിന്റെ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആയി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് എന്താണ്? They have eaten apples. ആപ്പിൾസ് ആണ് ഒബ്ജക്റ്റ്. ആപ്പിൾസ് ഉള്ളത് അത് എഴുതി. പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഒരാപ്പിൾ ഉള്ളെങ്കിൽ ഹാസ് മതിയായിരുന്നു. ഒന്നിൽ കൂടുതലുള്ളതിന്റെ പേരില് നമുക്ക് എന്ത് വേണം? ഹാവ് വേണം, ഹാവ്. പിന്നെ എന്ത് വേണം? ബീൻ, BEN, ബീൻ. പല സ്ഥലത്തും ചേർത്തുള്ള വാക്കാണ് ബീൻ. യെസ്, ബീൻ ചേർത്ത. പിന്നെ നമുക്ക് എന്ത് വേണ്ട? വെർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് മൂന്നാമത്തെ ഫോം തന്നെയാണ് അവിടെ വന്നേക്കണേ. അപ്പൊ ഇനി വേറെ മൂന്നാമത്തെ ഫോം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, അതിനെടുത്ത് എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ എന്ത് വരും? ആപ്പിൾസ് ഹാവ് ബീൻ ഈറ്റൻ ബൈ ദം. ആപ്പിൾസ് ഹാവ് ബീൻ ഈറ്റൻ ബൈ ദം. കിട്ടിയല്ലോ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാനേ ലേറ്റ് ആയിട്ടാ കയറിയത്. അപ്പൊ ഇത് ഇന്നെടുത്തതാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആണോ ഇപ്പൊ എടുക്കുന്നത്? ഇതിനു മുമ്പ് എടുത്ത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് വരെയാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു. രണ്ടാമത് എടുക്കുന്നത് അത് കഴിഞ്ഞ ശേഷം പറഞ്ഞ ടെൻസാണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ്. അല്ല, ഞാൻ സാറിന്റെ ക്ലാസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യണത്. അതുകൊണ്ടിട്ട് എനിക്ക് കൺഫ്യൂഷൻ, എന്താണ് ഏതാണ് എടുക്കുന്നത് മനസ്സിലാവില്ല.
Okay, okay. ഈ പാസിംഗ് വോയിസ് ഒന്ന് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാമോ? യെസ്, പറയാം. യെസ്, ഓക്കെ. അത് പറയാം, കുഴപ്പമില്ല. യെസ്, ഇപ്പൊ ബൈക്ക് വായിച്ചത് പിടി കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു വാചകം തരാം, നിങ്ങളത് എഴുതുമ്പോഴേക്കും ഭീഷ്മിക്ക് പറഞ്ഞു കൊടുക്കും. യെസ്, എഴുതിക്കോ. Somebody has stolen, S-T-O-L-E-N, stolen the book. Yes, they have sung, S-U-N-G, sung 4 songs, F-O-U-R, 4 songs, S-O-N-G-S, songs, 4 songs. ഓക്കെ, ആരാണ് എഴുതിക്കോട്ടെ. അപ്പൊ ഗ്രീഷ്മ, നമ്മളെ ഇംഗ്ലീഷില് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അങ്ങനെ 3 ടെൻസ് ഉണ്ട്. ആ ടെൻസ് വെച്ചിട്ട് 12 ടെൻസിന്റെ ഫോം ഉണ്ട് ഇംഗ്ലീഷിൽ. അതൊന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, പിന്നെ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പിന്നെ ഒരു 3 കൂടി ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ അതിൽ നമ്മളൊരു 9 എണ്ണം എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സെന്റൻസ് കാണുമ്പോൾ ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത് ഏത് ടെൻസിലാണ് നമ്മളെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതനുസരിച്ച് അതിന്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ടേക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ, ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. സിമ്പിൾ പ്രസന്റിൽ ആണ് അർത്ഥം വേണ്ടതെന്നുണ്ടെങ്കിൽ എടുക്കുന്നു എന്ന് വരും. സിമ്പിൾ പാസ്റ്റ് ആവുമ്പോ എടുത്തു എന്ന് വരും. സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോ എടുക്കും എന്ന് വരും. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോ എടുക്കുകയാകുന്നു എന്ന് വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോ എടുക്കുകയായിരുന്നു എന്ന് വരും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോ എടുക്കുകയായിരിക്കും എന്നർത്ഥം വരും. പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോ എടുത്തു കഴിഞ്ഞു എന്ന് വരും. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വരും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വരും. ഇത്രയുമാണ് നമ്മൾ അതിന്റെ അർത്ഥത്തിന്റെ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എഴുതും. അതിന് ഒരു സ്ട്രക്ചർ നമ്മൾ ഈ 12 എണ്ണത്തിന്റെ ഒന്ന് ഓർത്തിരിക്കണം. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞിട്ട് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, അതിന്റെ കൂടെ ഈജി, അത് ഉപയോഗിച്ച് കഴിഞ്ഞാല് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐഞ്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, ബി വെർബിന്റെ കൂടെ ഐഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർത്ത് വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിച്ചാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹാഡ് എഴുതി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഓരോ സെന്റൻസും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഓരോ ടെൻസ് വരുന്ന സെന്റൻസിനെ എങ്ങനെ പാസീവ് വോയിസോട്ട് മാറ്റാമെന്നുള്ളത് പറയാം. പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, രാമൻ പാമ്പിനെ കൊന്നു, അത് സാധാരണ ഇതിൽ പറയുന്ന ഭാഷ. അതിന്റെ പാസീവ് വോയിസ് വരുമ്പോ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു, ഇത് തന്നെ സംഭവം. അപ്പോ ആക്റ്റീവ് വോയിസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പാസീവ് വോയിസ് ആകുമ്പോൾ പ്രവൃത്തി ചെയ്ത ആക്കല്ല ഇമ്പോർട്ടൻസ്, ചെയ്ത പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻസ്. യെസ്, ഇത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇപ്പൊ നോക്കിയേ,
ഇപ്പോൾ എഴുതിയിരിക്കുന്ന സെന്റൻസ് ദേ ഹാവ് ഈറ്റൺ 3 apples. അല്ല, ദേ ഹാവ് ഈറ്റൺ ആപ്പിൾസ്. അവർ ആപ്പിൾ തിന്നു കഴിഞ്ഞു. അപ്പൊ ആപ്പിൾ അവരാൽ ഭക്ഷിക്കപ്പെട്ടു. യെസ്, അത് അങ്ങനെ മാറ്റിയത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ ജെറൂഷ വായിച്ചോളൂ. Okay, sir. Somebody has stolen the book. Yes. The book has been stolen by somebody. Correct. Very good. The book has been stolen by somebody. സംശയമുള്ളവർ ചോദിച്ചേ കേട്ടോ. The book has been stolen by somebody. Yes, റോഷിനി കുഞ്ഞുമോൻ Yes, sir. വായിച്ചോളൂ. Second one, Nano, sir. സെക്കൻഡ് വൺ. They have sung 4 songs. 4 songs have been singed by them, ആണോ അതോ sung by them ആണോ sir? സംഗതിയാണ്. കാരണം ഈ സങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഹാസോ ഹാവോ കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുള്ളൂ. അപ്പൊ ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പിന്നെ വേറൊന്നും അന്വേഷിച്ചു പോകണ്ട. യെസ്, കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആൻസർ പറയാം. 4 songs have been sung by them. Okay, രണ്ടെണ്ണം കൂടി. They have finished 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 the homework. They have finished the homework. അടുത്തത്, she has sent the letter. She has sent the letter. Okay, Linda. Okay, Fatima. Okay. Yes. Fatima, വായിച്ചോളൂ. They have finished the homework. The homework has been finished by them. Very good. The homework has been finished by them. Arya Vigas, അടുത്തത്. സർ, ഹോംവർക്ക് ഹാവ് ബീൻ അല്ലേ? ഇല്ല, ഹോംവർക്ക് എന്ന് പറയുമ്പോൾ സിംഗിൾ ആണ്. ഹോം വർക്ക്സ് അല്ലല്ല, ഹോംവർക്ക്. They have finished എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? They have. അത് ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം ഹാസ് വേണോ ഹാവ് വേണോ. മനസ്സിലായോ ഭീഷ്മ? തന്നിരിക്കുന്ന പാചകത്തിൽ ചിലപ്പോൾ ഹാവ് ആയിരിക്കും, പക്ഷെ ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിക്കുക ഹാസ് വേണോ ഹാവ് വേണോ. യെസ്. ഒരു കാര്യം ചെയ്തോ, ഭീഷ്മനെ വായിച്ചിട്ടുണ്ടാവും. വായിച്ചില്ല അല്ലേ? ആര്യ കാണാതെ വന്നപ്പോൾ ഞാൻ ഭീഷ്മ വിളിച്ചത്. ആര്യ വായിച്ചോളൂ. She has sent the letter. The letter has sent. The letter has sent. ഒന്നുകൂടി വായിക്കും, കറക്റ്റായിട്ട് വായിക്കും. അവളോടൊക്കെ പോയി. The sent begin the letter. ഓബ്ജക്റ്റ് എന്ത് കിട്ടി? സെന്റ് ഓബ്ജക്റ്റ് അല്ല.
സാറേ ലെറ്റർ അല്ല ഒബ്ജക്റ്റ് ആയിട്ട് വേണ്ടേ? ആ ലെറ്ററാണ്. എന്തയച്ചു? ലെറ്റർ. സെൻഡ് അതിനകത്ത് വെർബാണ്. ദ ലെറ്റർ ഹാസ് ബീൻ സെൻഡ് ബൈ ഹെർ. ദ ലെറ്റർ ഹാസ് ബീൻ സെൻഡ് ബൈ ഹെർ. അങ്ങനെയാണത്. ഓക്കെ ചെറുഷ, സംശയങ്ങളോട് ചോദിക്കാം. സർ നമുക്ക് SEND ആണെങ്കിൽ ആൻസറിൽ വരുന്ന SENT അല്ലേ? SEND ഡോഗ്, അത് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് SENT 10. അത് തന്നെ സർ ഞാൻ ചോദിച്ചത്. ഷീ ഹാസ് സെൻഡ് ദ ലെറ്റർ എന്ന് പറയും. അപ്പൊ ദ ലെറ്റർ ഹാസ് ബീൻ സെൻഡ് ബൈ ഹെർ അല്ലേ? ബൈ ഹെർ. ആ സെന്റിന്റെ സ്പെല്ലിംഗ് എന്താണ് മേഘന ഉദ്ദേശിച്ചത്? SENT അല്ലേ സർ ആൻസറിൽ വരുമ്പോ? ക്വസ്റ്റ്യനിൽ SEND അല്ല, രണ്ടും SENT അല്ലേ? രണ്ടിലും സെയിം അല്ലേ സർ? B3 അല്ലേ? രണ്ടും SENT ആണ്. ആണോ? അതായത് മേഘന SENT അല്ലേ? പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. SENT തന്നെ. ചോദ്യത്തിൽ നമ്മൾ തന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരുന്നു. ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം SENT ആയിരിക്കും. യെസ്. അടുത്തത് ഞാനൊരു വേറൊരു മോഡലുള്ള ചോദ്യങ്ങൾ പറയണേ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ. യെസ്. Have they seen him, SEN, seen him, since SINCE, since May, MAY, May. I will repeat. Have they seen him since May? Okay, very good. Question mark ഉണ്ട്. Question mark. സർ Yes. ഇത് പാസീവ് വോയിസ് മാത്രമല്ലേ? ഇത് പാസീവ് വോയിസിലോട്ട് മാറ്റണം. Have they seen him since May? Okay, Fatima. Okay. Okay, Meghana. Ashwati Sudhir, ഒന്ന് വായിച്ചേ. Ashwati Sudhir. Yes, sir. ഒന്ന് വായിച്ചേ. സർ ഞാനത് എഴുതി തീർന്നില്ലായിരുന്നു. വേഗം ഫിനിഷ്. യെസ്. ഓക്കെ. ഓരോരുത്തര് കഴിഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുകയാണ് അല്ലേ? അന്ന് റിന്റെ വായിച്ചോ. Has he been seen since May? Correct. Very good. Has he been seen since May? സംശയമുള്ളവരുടെ ചോദിച്ചേക്ക. Yes. Has he been അതില് has he been seen by them അല്ലേ സർ? By them since May. ഒന്നുകൂടി പറഞ്ഞേ, ഒന്നും ക്ലിയർ ആയില്ല മേഘന. Yes sir. Has he been seen by them since May? ആറാണ് ചേർത്തേക്കണേ. No sir. Has he been seen by them since May? ഓക്കെ. ബൈ തുടങ്ങിയുള്ളത് നമുക്ക് ഓക്കെ തെറ്റല്ല. അതായത് ബൈ മുതലുള്ളത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബൈ വരുന്ന ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. അത്ര നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബൈ തുടങ്ങിയുള്ളത് നമുക്ക് ഒഴിവാക്കാം. ബൈ കഴിഞ്ഞിട്ടാണ് സിൻസ് മെയ് എന്ന് വരുമ്പോ എന്ത് പറ്റുമോ അതും കൂടി അങ്ങോട്ട് പോവില്ലേ?
യെസ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ചെയ്ത ആൾക്ക് പ്രാധാന്യമില്ല. ബൈ തൊടിക്കുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആൻസർ കറക്റ്റാണ്. യെസ്. ഇതിന്റെ ആൻസർ ഒന്നുകൂടെ പറയണം സർ, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. മനസ്സിലായില്ല? അതിന്റെ ആൻസർ പറയാം. നോക്കി, ഹാവ് ദേ സീൻ ഹിം സിൻസ് മെയ്. ഓബ്ജക്റ്റ് ഏതാണ്? ഹിം. ആരെ കണ്ടോ? അവനെ. അപ്പൊ ഹിം ആണ് അതിൻ്റെ അകത്ത് ഓബ്ജക്റ്റ്. അപ്പൊ ഹിമ്മിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഓബ്ജക്റ്റ്. അപ്പൊ ഹിം വെച്ച് ആരംഭിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹി ആക്കാം. ഹി ഓബ്ജക്റ്റ് കിട്ടി. ഇത് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇപ്പൊ ഹാസ് ചേർത്തു, ഹീയുടെ കൂടെ ഹാസ് വരും. പിന്നെ ബീൻ ചേർത്തു, ബീൻ. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം സീൻ. അപ്പൊ നോക്കി, ഹി ഹാസ് ബീൻ സീൻ. അത്ര വരെ. പിന്നെ ബാക്കി ബാലൻസ് ഉള്ളത് സിൻസ് മെയ്, അതുകൂടി ചേർത്തു. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യം നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓക്സിലറി വെർബായിട്ടുള്ള ഹാവ് ആദ്യം തന്നിട്ട് അതൊരു ക്വസ്റ്റ്യൻ മോഡലാക്കിയേക്കാണ്. മെയ് മുതൽ അവനെ കണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആൻസറും അതേപോലെ ചോദ്യമാക്കണം. അപ്പൊ ആൻസറിലുള്ള ആ ഓക്സിലറി വെർബ് ആദ്യം പറയാം, ഹാസ് ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? ഹാസ് ഹി ബീൻ സീൻ സിൻസ് മെയ്. ഓക്കെ, യെസ്. അടുത്തത് വേറൊരു മോഡല് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നോബഡി ഹാസ് റിട്ടൺ WRITTEN, written the essay, 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 yet, YET. I will repeat the question. Nobody has written the essay yet. Nobody has written the essay yet. Okay. Okay, Meher, I will come. Okay. Okay, Reshma. Okay, Reshma. Amarla Pillai, Fathimat. Okay, Shri again. Simple. Okay, Amarla Praji, by Churu. Okay, sir. Nobody has written the essay yet. The essay has not been written by anybody. Yes, the essay has not been written by anybody. Nobody എന്നുള്ളത് anybody എന്നാക്കി. റെഡ്ഡ, ഇതേ സെന്റൻസ് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാമോ? ഇത് സെന്റൻസ് ഒക്കെ വേറൊരു രീതിയിൽ നമുക്ക് പറയാം. നോബഡി വെച്ചിട്ട് എന്ന് പറയാം. അറിയില്ല സാർ. The essay hasn't been written yet. മതി. Hasn't been written yet. Okay, ഫാത്തിമ എന്താ പറഞ്ഞേ? The essay has been written yet by nobody. By nobody എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. By nobody എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. യെസ്, വെരി ഗുഡ്. ഒരെണ്ണോടി പറയാം. Anyone ചേർത്താൽ കുഴപ്പമില്ലല്ലോ. The essay hasn't been written by anyone yet. Yes. അടുത്തത് has anybody not taught taught him
ഒന്നുകൂടി പറയാം. ഹാസ് എനിബഡി നോട്ട് taught 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 him. ഓക്കെ, എഴുതും. അവനെ ആരും പഠിപ്പിച്ചില്ലേ? ഇത് പരീക്ഷയ്ക്കൊന്നും വരില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിയാ ജെറൂഷ? ഓക്കെ ഫാത്തിമത്ത്, മേഘന? യെസ്. യെസ്. ഐശ്വര്യനെ വായിച്ചോളൂ. Has anybody not taught by him? Taught him. Has anybody not taught him? ചോദ്യമാണോ വായിച്ചത് ആദ്യം? ഓക്കെ, സോറി. Hasn't he been taught by anybody? Hasn't he been taught by anybody? യെസ്. അവിടെ നിൽക്കട്ടെ. ജെറൂഷ വായിക്കും. സർ ക്വസ്റ്റ്യൻ വായിക്കാമേ? Has anybody not taught him? Has he not been taught by anybody? That is correct. Has he not been taught? നമ്മൾ ചോദ്യത്തിലും ഹാസിന്റെ പോലെ വന്നു കഴിഞ്ഞാൽ മാത്രം അത് ചെയ്താൽ മതി. ഹാസ് ഹി നോട്ട് ബീൻ ടോട്ട്? ഹാസ് ഹി നോട്ട് ബീൻ ടോട്ട് ബൈ എനിബഡി? ബൈ എനിബഡി. യെസ്. സർ ഇങ്ങനെയും ചോദിച്ചൂടെ? ഹാസ് ഹി ബീൻ ടോട്ട് ബൈ നോബഡി? ഓ, അതായത് അപ്പൊ പഠിപ്പിച്ചില്ലേ എന്നാവും. അത് വരില്ലേ? നെഗറ്റീവ് വാചകങ്ങൾ എപ്പോഴും എനിബഡി എന്ന് വന്നാൽ മതി. എനിബഡി. യെസ്. യെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെയല്ല, തലയില് ആളനക്കമുള്ള കുട്ടികളാണ്. കാരണം എഴുതി കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ റെഡി എന്ന് പറഞ്ഞ് ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളുകളല്ല നിങ്ങൾക്ക് വേറെ ലെവലിൽ വരേണ്ട ആൾക്കാരാ. യെസ്. ഓക്കെ. ഡൗട്ട് ഉണ്ട്. ഈ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് എഴുതുമ്പോ നോട്ട് വരുന്നത് ബീന്റെ മുന്നേ നോട്ട് ചേർക്കണം എല്ലാ സെന്റൻസിലും. പാസീവ് വോയിസ് എഴുതുമ്പോ ഒരു നെഗറ്റീവ് സെന്റൻസ് അല്ലേ സാർ ഇപ്പൊ പറഞ്ഞേ? നെഗറ്റീവ് സെന്റൻസ് നമ്മൾ പോസിറ്റീവ് വോയിസ് ആക്കുമ്പോ ബീന് മുന്നേ നോട്ട് ഉണ്ടെങ്കിൽ ബീന് മുന്നേ നോട്ട് ചേർത്ത് ബീൻ എഴുതുക. ബീനാണെങ്കിലും അതിന് മുന്നേ ആയിരിക്കും നോട്ട് അല്ലേ? യെസ്. ഓക്കെ, അത് ഞാൻ അതുപോലത്തെ ഒരു വാചകം നോക്കി പറഞ്ഞു തരാം. ഓക്കെ. അതുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ നോക്കിയതാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, വേറെ ഒന്നും ഇരിക്കും. അപ്പൊ ശരിയാവും. Hasn't, HASN''. Hasn't anybody brought him, BROUGHT, brought him here? Hasn't anybody brought him here? യെസ്, അതിന്റെ പാസീവ് ശരി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ
hasn't anybody brought him here? Okay, Jerusha. Why Jolu? Jerusha. Okay, sir. Question: hasn't anybody brought him here? Answer: hasn't he been brought here by anybody? Very good, very good, very good. Correct. Hasn't he been brought here by anybody? Hasn't he been brought here by anybody? Okay. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് വരെയുള്ള പാസീവ് വോയിസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് sir. യെസ്, പറഞ്ഞോളൂ. As we come to an end of our class, let me share a short story. Once a small seed was planted in the soil. Every day it got sunlight and water, and slowly it grew into a big tree that gave shade and fruits to everyone. The moral of the story is, with patience and learning, we can grow strong and help others. Thank you, sir, and my dear friends. Okay. Thank you to all. We will meet next class. Okay, bye. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay, welcome. Thank you, sir. Okay. Yeah.